ഭരണവിരുദ്ധ വികാര വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ ഇവിടെ ഈ സ്ഥലങ്ങളിൽ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഭരണവിരുദ്ധ വികാരത്തിന്റെ പൂർണ്ണമായ ഒരു ആനുകൂല്യം ഈ റൗണ്ടിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ UDF കിട്ടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. UDF കമ്മിറ്റി ഓഫീസിന് മുന്നിലും ആര്യാടൻ ചൗക്കത്തിന്റെ വീട്ടിന് മുന്നിലും പ്രവർത്തകർ വലിയ ആവേശത്തോടുകൂടി വിജയാഘോഷം നടത്തുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പടക്കം പൊട്ടിച്ചും UDF പ്രവർത്തകർ വലിയ ആഹ്ലാദത്തിലേക്ക് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിന്റെ കന്നി ജയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 2016 പരാജയത്തിന് ശേഷം 2025 ഇതാ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം ആര്യാടൻ ഷൗക്കത്ത് നേടുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഇത് അഭിമാനകരമായ വിജയമാണെന്ന കാര്യത്തിൽ തർക്കമില്ല. UDFനെ സംബന്ധിച്ച് പ്രതീക്ഷാ നിർഭരമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കവേ, അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകാനിരിക്കവേ സകല പ്രതിബന്ധങ്ങളെയും മറികടന്നുകൊണ്ട് ജനം സ്വീകരിക്കുന്ന ഒരു മുന്നണിയായി തങ്ങൾ മാറിയിരിക്കുന്നു എന്ന രാഷ്ട്രീയ ആത്മവിശ്വാസത്തിന്റെ വേദികയിലേക്ക് കാലെടുത്തു വെച്ചിരിക്കുന്നു UDF. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. PB അൻവർ എന്ന് പറഞ്ഞ സ്പോയിലർ ഫാക്ടറിനെ മറികടന്നുകൊണ്ട് 10,000-ലേക്ക് എത്തുന്നു ഭൂരിപക്ഷം. സിറ്റിംഗ് സീറ്റാണ് പിടിച്ചെടുക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അത് UDFനെ സംബന്ധിച്ച് അമിതാത്മവിശ്വാസം അവർക്ക് കൊടുക്കുന്ന ഒന്നാണ്. ഒപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ മുന്നണിയിലെ കെട്ടുറപ്പെടുത്തു പറയേണ്ട ഒന്നാണ്. ഏതെങ്കിലും തരത്തിലുള്ള അസ്വാരസ്യങ്ങളില്ലാതെ, ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ ചോർച്ചയില്ലാതെ, അവിശ്വാസങ്ങളില്ലാതെ ഒരേ നിലയിൽ പോയതിന്റെ കാഴ്ച മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ പ്രത്യേകം എടുത്തു പറയണം. മുസ്ലിം ലീഗ് എണ്ണയിട്ട യന്ത്രം പോലെ ഒരു വോട്ടും ചോർന്നു പോകാതെ ലീഗ് പ്രൂഫായി ലീഗ് പ്രവർത്തിച്ചതിന്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയമെന്ന് പ്രത്യേകം എടുത്ത് കണ്ടുവരും. ഒപ്പം VD സതീശൻ എന്ന് പറഞ്ഞ കോൺഗ്രസിലെ നേതാവ്, അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളെ വിമർശനാത്മകമായി കണ്ട അദ്ദേഹത്തിന്റെ സിമ്പതൈസേഴ്സ് ഉണ്ടായിരുന്നു, മുന്നണിയിലെ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനും പിടിച്ചു നിൽക്കാൻ കഴിയുന്ന തരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് എന്നത് പ്രത്യേകം കാണണം. UDFനെ സംബന്ധിച്ച് അവരെടുത്തുള്ള ഈ തെരഞ്ഞെടുപ്പിലെ സ്ട്രാറ്റജികൾ പല നിലയ്ക്ക് വിമർശിക്കപ്പെട്ട ഒന്നാണ്. പക്ഷെ അവയെല്ലാം സാധൂകരിക്കപ്പെടുകയോ അവയെല്ലാം മറികടന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതിന്റെ വലിയ കോൺഫിഡൻസിന്റെ ഒരു പ്രതലത്തിൽ ഇപ്പോൾ നിൽക്കുന്നു UDF എന്ന് കാണാം. UDF വലിയ ഒരു രാഷ്ട്രീയ വിജയം സാധ്യമാക്കിയിരിക്കുകയാണ് നിലമ്പൂരിൽ. LDFന്റെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുത്തുകൊണ്ട് M സ്വരാജിനെ പോലെ ഒരു ബിഗ് പ്രൊഫൈൽ സ്ഥാനാർത്ഥിയെ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് അവിടെ വിജയം നേടുന്നത് എന്നത് UDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയത്തിന്റെ സാധ്യതകളെ തുറന്നു കൊടുക്കുന്ന ഒന്ന്. ഭരണവിരുദ്ധ വികാരം എന്നത് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത് M സ്വരാജിന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മറികടക്കാൻ കഴിയാത്ത വിധത്തിൽ പിണറായി വിജയൻ അഡ്മിനിസ്ട്രേഷനോട് ജനങ്ങൾക്ക് പ്രശ്നമുണ്ട് എന്നതിന്റെ സൂചനയായി ഈ തെരഞ്ഞെടുപ്പ് ഫലം മാറിയോ എന്നാണ് നാം പരിശോധിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. കാരണം പിണറായി വിജയൻ അവിടുത്തെ പ്രധാന പ്രചാരകനായിരുന്നു. അദ്ദേഹം 3 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിണറായി വിജയനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ജനം വോട്ട് ചെയ്തത് എന്ന് വിചാരിക്കണം. ആ വോട്ട് അനുകൂല വോട്ടായി മാറിയില്ല. സ്വന്തം ഇടങ്ങളിൽ പോലും ഇടർച്ച ഉണ്ടാകുന്ന LDFനെയാണ് കണ്ടത്. ഇത് UDFന്റെ രാഷ്ട്രീയ വിജയമാണെന്നതിൽ തർക്കമില്ല. അജിംസ് 2026 സഞ്ചരിക്കവേ UDFനെ സംബന്ധിച്ച് ഞങ്ങളിതാ പിടിക്കാൻ പോവുകയാണ് ഈ ഭരണം എന്ന ആത്മവിശ്വാസം അതിന്റെ പ്രവർത്തകർക്കും നേതാക്കൾക്കും ഉണ്ടാക്കി കൊടുക്കുന്നതാണോ ഈ വിക്ടറി?